നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചക്കിടെ ഇത് നാലാമത്തെ വർധനവ്. സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. മൺട്രോ തുരുത്തിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് നാലാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഏറെ നാളിന് ശേഷം മെയ് 15-നാണ് ഇന്ധനവിലയിൽ രാജ്യത്ത് വർധനവുണ്ടായത്. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രഹരം. രണ്ടാഴ്ചക്കിടെ ഇത് നാലാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് തിങ്കളാഴ്ച കൂടിയത്. 12 ദിവസത്തിനിടെ പെട്രോൾ ഡീസൽ വില കൂടിയത് 8.05 രൂപയാണ്. ഡൽഹിയിലെ പെട്രോൾ വില 102.12 രൂപയും ഡീസൽ 100 രൂപ കടന്നിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഡീസൽ വില 100 രൂപ കടന്നു. കൊച്ചിയിൽ ഡീസൽ വില 102.52 രൂപയും പെട്രോളിന് 113.61 രൂപയുമായി. തിരുവനന്തപുരത്ത് ഡീസലിന് 104.27 രൂപയും പെട്രോളിന് 115.26 രൂപയും. കോഴിക്കോട് ഡീസലിന് 102.78 രൂപയും പെട്രോളിന് 113.77 രൂപയുമായി. പശ്ചിമേഷ്യൻ യുദ്ധമാണ് ഇന്ധനവില വർധനവിന് കാരണമായി സർക്കാർ പറയുന്നത്. എണ്ണക്കമ്പനികൾ കനത്ത നഷ്ടത്തിലൂടെ കടന്നു പോകുന്നതെന്നും വാദമുണ്ട്. തുടർച്ചയായ ഇന്ധനവില വർധനവ് മൂലം വലിയ വിലക്കയറ്റത്തിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ധനവില വരും ദിവസങ്ങളിലും വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. മൺട്രോ തുരുത്തിൽ സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ട് ചരിഞ്ഞു തുടങ്ങിയപ്പോൾ നാട്ടുകാരെത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. കുറച്ചുപേര് ഇക്കരെ കരയില്ല കേട്ടോ, കുറച്ചുപേര് ഇക്കരെ കരയിലും കുറച്ചുപേര് അക്കരെ കരയിലും കേട്ടോ. അപ്പം ആളുകളുടെ എണ്ണം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോന്ന്. ബോട്ട് എന്താ മറിഞ്ഞ കാരണം അറിയാൻ വയ്യ. വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടാണ് മുങ്ങിയത്. ബോട്ട് ചരിഞ്ഞു തുടങ്ങിയപ്പോൾ നാട്ടുകാരെത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30-നായിരുന്നു അപകടം. മൺട്രോ തുരുത്ത് എസ് വളവിലേക്കുള്ള യാത്രയിലാണ് വള്ളം മുങ്ങിയത്. പുത്തനാറിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് കയറുന്നതിനിടെ കക്കാട്ടുകടവിന് സമീപത്തായിരുന്നു അപകടം. ശക്തമായ മഴ പെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാരൂത്രക്കടവിൽ നിന്ന് 10 പേരുമായി യാത്ര തിരിച്ച ഹൗസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഹൗസ് ബോട്ട് ഉലയുന്നത് കണ്ട് കടവത്ത് അടുപ്പിക്കാൻ കരയ്ക്ക് നിന്നവർ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ മുന്നോട്ടു പോയി. ഒടുവിൽ ബോട്ട് ചരിഞ്ഞ് വെള്ളം കയറിയതോടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയായിരുന്നു. ഉടൻ തന്നെ നീന്തിയും ചെറുവള്ളങ്ങളിൽ തുഴഞ്ഞുമെത്തിയ നാട്ടുകാർ യാത്രക്കാരെ രക്ഷപ്പെടുത്തി ഇരുകരകളിലും എത്തിച്ചു. കിഴക്കേക്കല്ലട പോലീസും കുണ്ടറ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടമുണ്ടായത് കടവിന് സമീപത്തായത് വിനോദസഞ്ചാരികൾക്ക് രക്ഷയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BJP പ്രവർത്തകന് നേരെ ആക്രമണം. ചാത്തന്നൂർ വരിഞ്ഞം സ്വദേശി രാജീവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു മാരകായുധങ്ങളുമായി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. BJP നേതാവും ഫോട്ടോഗ്രാഫറുമായ ചാത്തന്നൂർ വരിഞ്ഞം സുന്ദരമുക്കിന് സമീപം പുത്തൻവിള വീട്ടിൽ രാജീവിനാണ് വെട്ടേറ്റത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. രാജീവിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ രാജീവിനെ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു.
ഇന്ധനവിലയിലുണ്ടായ അനിയന്ത്രിതമായ വർധനവ് മൂലം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുക അസാധ്യമാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ഇന്ധനവിലയിലുണ്ടായ അനിയന്ത്രിതമായ വർധനവ് മൂലം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടുത്തയാഴ്ച മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത്. നിത്യേനയുള്ള ഇന്ധനവില വർധനവ് കാരണം കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുക അസാധ്യമാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ദിവസേനയെന്നോണം വർദ്ധിക്കുന്ന ഡീസൽ വില ബസ് വ്യവസായത്തെ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ തുക ഇന്ധനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം, ബസിന്റെ അറ്റകുറ്റപ്പണികൾ, നികുതി തുടങ്ങിയ ചെലവുകൾ കൂടി വഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് നിലവിലെ നഷ്ടം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകളോ അനുകൂലമായ തീരുമാനങ്ങളോ ഉണ്ടാകാത്ത പക്ഷം സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ലെന്നാണ് ഉടമകളുടെ നിലപാട്. അടുത്തയാഴ്ച മുതൽ ബസ്സുകൾ ഓട്ടം നിർത്തുന്നതോടെ സംസ്ഥാനത്തുടനീളം യാത്രാക്ലേശം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. സ്കൂളുകളും ഓഫീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ബസ്സുകൾ നിരത്തിലിറങ്ങാതിരിക്കുന്നത് പൊതുജനങ്ങളെ കനത്ത ദുരിതത്തിലാക്കും. ന്യൂസ് ഡെസ്ക്. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ ബസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ കേരളപുരത്താണ് അപകടമുണ്ടായത്. കേരളപുരം ജംഗ്ഷന് സമീപം സ്വരലയ മ്യൂസിക് സ്കൂളിന് മുന്നിൽ അപകടകരമാംവിധം ഉണങ്ങിനിന്ന മരമാണ് കനത്ത മഴയിൽ കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാൽനട യാത്രികർ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. ബസിന്റെ മേൽക്കൂര തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സമീപത്ത് സ്കൂളുകളും മറ്റും ഉണ്ടായിരുന്നിട്ടും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. നാട്ടുകാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്തിലും ഹൈവേ അതോറിറ്റിക്കും പലതവണ പരാതി നൽകിയിരുന്നു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സമീപ പ്രദേശങ്ങളിൽ അപകടകരമായ 50 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ റോഡിന്റെ വശങ്ങളിൽ നിൽപ്പുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിലായിരുന്നു പ്രതിഷേധം. ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൊല്ലം ബസ്വേയിൽ സമാപിച്ചു. സമരസമിതി നേതാവ് സുശീല സമരം ഉദ്ഘാടനം ചെയ്തു. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിൽ സംഭവിച്ചതുപോലെയാണ് VD സതീശൻ സർക്കാരിന്റെ കാലത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. UDFന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ കാലഘട്ടത്തിലാണ് മുത്തങ്ങയിൽ പോലീസിന്റെ നരനായാട്ടുണ്ടായത്. അതിന് സമാനമായ സാഹചര്യമാണ് പാരിയത്തുകാവ് ഉന്നതിയിൽ ഉണ്ടായത്. ആ പാവങ്ങൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ക്രിമിനലുകളല്ല. ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും പൊതുസ്വത്ത് അപഹരിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ കൊള്ളയടിക്കുകയോ ചെയ്ത വിഭാഗങ്ങളല്ല. സാധുക്കളിൽ സാധുക്കളായ മനുഷ്യർ അന്തിയുറങ്ങാൻ ഇതുവരെയും സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത മനുഷ്യരെയാണ് തല്ലി ഓടിക്കുന്നത്. അതും ഈ കേരളത്തിൽ. നമ്മളേറെ അഭിമാനിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും പുരോഗമന മനസ്സുകൾ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്രമാത്രം ധൈര്യം ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് അധികാരികൾക്ക് എങ്ങനെയാണുണ്ടായത്? നിങ്ങൾ നോക്കൂ,
ഒന്നോ രണ്ടോ വർഷമായി അവിടെ ജീവിക്കുന്നവരല്ല, 7 തലമുറകളായി 7 പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ 4 തലമുറകൾ ആ മണ്ണിൽ ജീവിച്ചിരിക്കുകയാണ്. പട്ടികജാതി ക്ഷേമ സമിതി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. ശശികുമാർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ രാധാകൃഷ്ണൻ, മാരിയപ്പൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മഴക്കാലമായതോടെ കുടവിപണി സജീവമായി. മഴക്കാലത്ത് മാത്രം കുട അന്വേഷിച്ചവർ ഇത്തവണ കടുത്ത വേനലിലും കുട ഉപയോഗിച്ചു. മഴക്കാലവും ഒപ്പം സ്കൂൾ തുറക്കലും എത്തിയതോടെയാണ് കുടവിപണി സജീവമായത്. കുട വിപണി ഉഷാറായതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികൾ. മഴക്കാലത്ത് മാത്രം കുടയന്വേഷിച്ചവർ കടുത്ത വേനലിലും കുട തേടിയിരുന്നു. മഴക്കാലമായതോടെ കുടവിപണിയും സജീവമായിരിക്കുകയാണ്. തെരുവോരങ്ങളിലാണ് കുടവിപണി കൂടുതലായിട്ടുള്ളത്. 2 മാസമായി വിപണി ഉഷാറാണ്. ആദ്യ സ്റ്റോക്ക് തീർന്ന സ്കൂൾ വിപണിക്കായി വ്യാപാരികൾ പുതിയ സ്റ്റോക്കുകൾ എടുത്തിട്ടുണ്ട്. ബാഗിൽ കൊണ്ടു നടക്കാവുന്നവ 2, 3, 5 മടക്കുകളുള്ള കുടകളുണ്ടെങ്കിലും ജെൻസികൾക്കും പുരുഷന്മാർക്കും കാലൻ കുടകൾക്കാണ് പ്രിയം. വലിപ്പം, നിറം, രൂപകൽപ്പന എന്നിവയുടെ വൈവിധ്യത്താൽ കുടയിനങ്ങൾക്കാണ് ഡിമാൻഡ്. 2000 രൂപ വിലയുള്ള കുടകളുമുണ്ട്. ഇത്തവണ മഴയ്ക്ക് മുമ്പുള്ള കൊടും ചൂടിനെ നേരിടാൻ സിൽവർ കോട്ടിംഗ് കുടകൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. സാധാരണ കുടകളേക്കാൾ ഇവ തണുപ്പ് നൽകുമെന്ന് തെരുവ് കച്ചവടക്കാർ പറയുന്നു. ഏതൊക്കെ ടൈപ്പ് കുടകളുള്ളത്? മൊത്തത്തില് എല്ലാം ഉണ്ട്. സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട്, പിന്നെ ഡിസൈൻ ടൈപ്പ് ഉണ്ട്, പിന്നെ ഇതുണ്ട്, മുത്ത് ടൈപ്പ് ഉണ്ട്, വിസിൽ ടൈപ്പ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. 3 ഫോൾഡ് കുടകൾക്കാണ് പതിവ് പോലെ കൂടുതൽ ഡിമാൻഡ്. പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉള്ളതും ഇഷ്ടപ്പെട്ട നിറങ്ങളിലുള്ളതുമായ കുടകൾ തന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട് കുട്ടികൾ. കൂടാതെ റെയിൻകോട്ടുകളും വിപണിയിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഷ്ടമുടി കായൽ നികരുന്നു. കായലിന്റെ ഒരു ഭാഗം 2.5 കിലോമീറ്റർ നീളത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞ് നികന്ന അവസ്ഥയിലാണ്. അഷ്ടമുടി കായലിനെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് കായലും തകർച്ച നേരിടുന്നത്. അഷ്ടമുടി കായലിന്റെ സംരക്ഷണത്തിനായി ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന സന്ദേശമുയർത്തി വലിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കായലിന്റെ പല ഭാഗത്തും സൗന്ദര്യവൽക്കരണവും നടത്തി. ലക്ഷങ്ങൾ ഇതിനായി ചെലവഴിച്ചു. എന്നാൽ കായലിന്റെ 2.5 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നികരുന്ന സ്ഥിതിയാണ്. മാലിന്യങ്ങൾ തള്ളി കൂമ്പാരമായി മാറിയ സ്ഥിതിയും ഇവിടെയുണ്ട്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിക്ക് ശേഷം യാതൊരുവിധ ശുചീകരണ പ്രവർത്തനങ്ങളോ വികസന പ്രവർത്തനങ്ങളോ അഷ്ടമുടി കായലിൽ നടത്തിയിട്ടില്ല. ആദ്യകാലങ്ങളിൽ ലക്ഷങ്ങൾ വിനിയോഗിച്ചാണ് ആധുനിക ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നിന്നും ചെളി നീക്കം ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കാണാമറയത്തായി. കായൽ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കോർപ്പറേഷൻ എന്നിവർ വൻതുക ചെലവഴിച്ചു. എന്നാൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും കായലിന്റെ സംരക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. അഷ്ടമുടി കായലിന്റെ നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അഷ്ടമുടി കായലിലൂടെ ഹൗസ് ബോട്ടിൽ വിനോദസഞ്ചാര യാത്ര നടത്തിയതല്ലാതെ കൊല്ലം കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾ ഈ അഷ്ടമുടി കായലിന്റെ നവീകരണ പ്രവർത്തനത്തിന് യാതൊന്നും ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം കോർപ്പറേഷനിൽ അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേന്ദ്ര ഫണ്ട് അടക്കം അടിച്ചു മാറ്റിയിട്ടും അഷ്ടമുടി കായലിന്റെ യഥാർത്ഥ നവീകരണത്തിന് വേണ്ടിയിട്ട്, ജൈവ വൈവിധ്യമാർന്ന അഷ്ടമുടി കായലിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ആശ്രാമം ലിങ്ക് റോഡിലൂടെയുള്ള മനുഷ്യന്റെ ദുസ്സഹമായിട്ടുള്ള യാത്ര അത്രയും വ്യാപകമായിട്ടുള്ള ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് ഇന്ന് അഷ്ടമുടി കായൽ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ 61 ചതുരശ്ര മീറ്റർ ഉണ്ടായിരുന്ന അഷ്ടമുടി കായൽ ഇന്ന് 30 ചതുരശ്ര മീറ്ററിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. ഏകദേശം 2.5 കിലോമീറ്ററോളം അഷ്ടമുടി കായൽ ഇന്ന് നികന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ നടത്തിയ കോർപ്പറേഷന്റെ മുൻ ഭരണാധികാരികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കായൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും നടന്നിട്ടില്ല. അഷ്ടമുടി കായലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് കായൽ സംരക്ഷണ സമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. അഷ്ടമുടി കായൽ സംരക്ഷണം എന്ന പേരിൽ മാമാങ്കം നടത്തിയിട്ടും അഷ്ടമുടി കായൽ ഇപ്പോൾ പഴയതിലും ശോചനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ അവസ്ഥ. അഷ്ടമുടി ബോട്ടേറ്റിയുടെ അടുത്ത്, അതായത് ബിവറേജ് ഔട്ട്ലെറ്റിലോട്ട് പോകുന്ന ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ മണ്ണും എക്കലും ചെളിയും ചേർന്ന് കിലോമീറ്ററുകളോളം പ്രദേശം നികന്നിരിക്കുകയാണ്. അഷ്ടമുടിയുടെ നവീകരണത്തിന് വേണ്ടി കോടികളാണ് ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയത്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് അഷ്ടമുടി കായൽ ഡ്രഡ്ജ് ചെയ്തത്. അതോടൊപ്പം തന്നെ അഷ്ടമുടി കായലിൻ്റെ വിവിധ പ്രദേശങ്ങളായി സൗന്ദര്യവൽക്കരണം എന്ന പേരിലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി.
അഷ്ടമുടിക്കായലിൻ്റെ തീരത്തെ കക്കൂസ് മാലിന്യങ്ങൾ വരെ പുറത്തേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്ന പദ്ധതിയിൽ പോലും കോടികളാണ് ചെലവിട്ടത്. എങ്കിൽ പോലും അഷ്ടമുടിക്കായലിൽ ഇന്നും തീരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. 2 ആഴ്ചക്കിടെ ഇത് 4ാമത്തെ വർധനവ്. സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. മൺട്രോ തുരുത്തിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.